CRP ഫൈറ്റ് ക്ലബ്ബ് എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബോംബെ ട്രിപ്പിൽ അജന്ത കേവ്സ് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഔറംഗാബാദിലേക്കാണ്. അവിടെ നമ്മൾ മിനി താജ്മഹൽ എന്നറിയപ്പെടുന്ന ബീബി ക മഖ്ബറ കാണാനാണ് പോയത്. ഇതാണ് ആ ഒരു ബീബി ക മഖ്ബറ എന്ന് പറയുന്ന ആ ഒരു സ്മാരകം. മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബിൻ്റെ ഭാര്യ ദിൽറാസ് ബാനു ബീഗം അവരുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു കുടീരം ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു സ്മാരകത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിൻ്റെ മാതാവ് മുംതാസ് മഹലിൻ്റെ ശവകുടീരമായ താജ്മഹലിനോട് ഇതിന് ശ്രദ്ധേയമായ സാമ്യമുണ്ട്. ഈ ഒരു സ്മാരകത്തിൽ നിന്ന് ഏതാനും കുറച്ച് കിലോമീറ്റർ അകലെയാണ് ഔറംഗസേബിനെ അടക്കം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇത് കണ്ടതിന് ശേഷം നേരെ ഔറംഗസേബിനെ അടക്കം ചെയ്ത ആ ഒരു ഭാഗം പോയി കണ്ടിരുന്നു. പക്ഷെ അത് രാത്രിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതൊരു 8:30 ടൈമിലാണ് ഞങ്ങൾ ആ ഒരു ഔറംഗസേബിനെ അടക്കിയ ആ ഒരു ഭാഗം പോയി കണ്ടത്. ഈ ഒരു ശവകുടീരം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു മാർബിളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ജയ്പൂരിൽ നിന്നുള്ള ഖനികളിൽ നിന്നുള്ള മാർബിളുകളാണ് ഈ ഒരു സ്മാരകത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഔറംഗസേബ് നിർമ്മിച്ച രണ്ടാമത്തെ ഏറ്റവും വലിയ ഘടനയാണ് ബീബി ക മഖ്ബറ എന്ന് പറയുന്ന ഈ ഒരു സ്മാരകം. ഔറംഗസേബിൻ്റെ നിർമ്മിതികളിൽ ഏറ്റവും വലുതെന്നറിയപ്പെടുന്നത് ബാദ്ഷാഹി മോസ്ക്, ബാദ്ഷാഹി പള്ളിയാണ്. അതാണ് ഔറംഗസേബിൻ്റെ കാലത്ത് നിർമ്മിച്ച ഏറ്റവും വലിയ ഘടനകളിലൊന്ന്. പക്ഷേ അത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്, പാകിസ്ഥാനിലെ ലാഹോറിലാണ് ആ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. പടിക്കെട്ടുകൾ കയറി മേളിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഹിസ്റ്ററി ചെറിയ രീതിയിൽ വിവരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ താഴോട്ടുള്ള പടിക്കെട്ട് ഇത് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കൂടെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മളെ ഔറംഗസേബിൻ്റെ ഭാര്യയുടെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് താഴോട്ട് ലോക്ക് ചെയ്തിട്ടിരിക്കണം. നമുക്ക് ഇതിലേക്കൂടെ കയറി ഈ മേൽവശത്തു നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ആ ഒരു മഖ്ബറ കാണാൻ കഴിയും. ഇവിടെല്ലാം ആ മാർബിൾ പാകിയ തറയും മാർബിൾ പാകിയ ഭിത്തിയൊക്കെയാണ്. അതാണ് മഖ്ബറ. നമ്മളിപ്പോൾ അടിവശത്തൂടെ ഇപ്പോൾ ആ മഖ്ബറയിലോട്ട് ഇറങ്ങാനുള്ള വഴിയാണ് ആ സൈഡിലൂടെ നമ്മൾ നേരത്തെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടത്. ഇവിടുത്തെ പ്രധാന പ്രവേശന കവാടത്തിൽ കാണപ്പെടുന്ന ഒരു ലിഖിതത്തിൽ ഈ ഒരു ശവകുടീരം യഥാക്രമം വാസ്തുശില്പിയായ അത ഉല്ലയും ഒരു എഞ്ചിനീയറായ ഹൻസ്പത് റായിയും രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതായി പരാമർശിക്കുന്നുണ്ട്. താജ്മഹലിൻ്റെ പ്രധാന ഡിസൈനറായ ഉസ്താദ് അഹമ്മദ് ലഹോരിയുടെ മകനാണ് ഈ പറയുന്ന അത ഉല്ല. 1660 ഈ ഒരു ശവകുടീരം ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. തുടർന്നുള്ള വർഷങ്ങളിൽ ഔറംഗസേബിൻ്റെ നിർദ്ദേശപ്രകാരം അവരുടെ മകൻ അസം ഷാ ഈ ഒരു ശവകുടീരം ഒന്നുകൂടി നന്നാക്കിയൊക്കെ ഉണ്ടായി. ഇതിന് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഇതിലെ കൂടെ മുകളിൽ വരാൻ വഴിയുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു എൻട്രി മാത്രമേ ഇപ്പോൾ ഓപ്പൺ ഉള്ളൂ. നമ്മൾ ആ ഫ്രണ്ടിൽ കൂടെ കയറി വന്ന ഒരു സ്റ്റെപ്പ് മാത്രമേ ഓപ്പൺ ഉള്ളൂ. ബാക്കിയെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയം ഇവിടെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുമായിരുന്നു. ഇതിൻ്റെ 4 സൈഡിലും നല്ല അതിമനോഹരമായ പൂന്തോട്ടം ആണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് അതെല്ലാം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 4 സൈഡിലും ഒരേ കണക്കാണ് ആ പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഇത് അന്നത്തെ കാലത്ത് അവിടുത്തെ ആ ഒരു അതിൻ്റെ സൈഡിലൊരു നമസ്കാര പള്ളിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ഒക്കെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷമുള്ള ബാക്കി ബോംബെ ട്രിപ്പിലെ വിശേഷങ്ങൾ ഇവിടെ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.